പാരമശിവം ഈ ചിന്നാട് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ നിന്റെ ഒറ്റ ലോഡും ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു പോവുകയല്ല. ചിന്നാടനാണ് ഈ പറയുന്നത്. താങ്കളുടെ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. താനാണെങ്കിൽ തടയണോ? എന്റെ പൊന്നു ചിന്നാടൻ കൊച്ചേട്ടാ, കുറെ കാലമായി നിങ്ങൾ ഈ വഴക്ക് തുടങ്ങിയിട്ട് ഈ ചെക്ക് പോസ്റ്റിനടുത്ത് വന്നിട്ട്. പരമശിവൻ, നിങ്ങൾക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? എപ്പം നോക്കിയാലും ഈ ചെക്ക് പോസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഈ വഴക്കൂടാനേ നേരമുള്ളൂ. കുറച്ച് സ്പിരിറ്റ് കടത്തും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ വഴക്ക് കൊണ്ടായി എനിക്ക് 10 കച്ചവടം ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ വഴക്ക് കാണാൻ ആൾ കൂടും, അപ്പൊ എനിക്ക് ഇവിടെ കുറച്ച് കച്ചവടം നടക്കും. വഴക്കിട്ടോ, വഴക്കിന് ഇനിയും നടക്കട്ടെ. അല്ല പിന്നെ എന്നാ പറയാനാ. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കവരത്തി. சேலம், திருச்சி, பொள்ளாச்சி, வானொலி நிலையங்கள் வணக்கம் கொட்டிப்பாடல் உருകൊട്ടി പാടുങ്ങൾ തമിഴ് சொல் മാലൈ. വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് മധുரை മാവട്ടം വണങ്ങും ഏഴകൾക്ക് സ്വന്തം ചിന്നതുരി വാവളപ്പൻ അവർകൾ. ഇതാണ് ഈ വാളയാർ വന്നിട്ട് റേഡിയോ വെച്ചുള്ള കുഴപ്പം. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചാൽ മലയാളം പറയും, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചാൽ തമിഴ് പറയും. ഇതാണ് പ്രശ്നം. ഇനി വെക്കുന്നില്ല അവിടെ. കുറച്ചു കാലമായി ഞാൻ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? അയ്യോ, ഒന്നും പറയണ്ട. തിരക്ക്. തന്റെ വണ്ടിയാണ് വന്ന് നിന്നല്ലേ? അതെ, വണ്ടി വന്ന് നിന്നപ്പം എന്നൊരു ഒച്ച കേട്ടായിരുന്നു. എന്തായിരുന്നു? അതാ ലോറിയുടെ എയർ പോയത്. ലോറിയുടെ എയർ പോയതാണോ? എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നറിയോ? എന്തുവായി തോർത്തിട്ട് വീശുന്നോ? തോർത്തിട്ട് വീശുന്നതല്ലെന്ന്. പിന്നെ ഇവിടെ ഈ വണ്ടിയെ കിടന്ന് ഇങ്ങനെ കറങ്ങുമല്ലോ ലോഡുമായിട്ട്. ആണല്ലേ? ഓ, ഭയങ്കര ക്ഷീണമായി പോയി. എവിടെന്നാ ലോഡ് എടുത്തേ? ചങ്കുമുഖത്ത് നടത്തോണ്ട് വരുവാ. അത് ശരി. അതങ്ങനെയാന്ന് പറയാ. നീ ചങ്കുമുഖത്ത് പോയിട്ടുണ്ടോ? ഞാൻ ചങ്കുമുഖത്തൊന്നും പോയിട്ടില്ല. അപ്പൊ മത്സ്യകന്യെ അവിടെ ഇരിക്കുന്ന പേര് അവൻ അറിഞ്ഞിട്ടില്ല. അല്ല, ഈ കടയം പൂട്ടി അവിടെ പോയി വായി മുളി. എന്ത് പറഞ്ഞാലും വൃത്തിയായിട്ട വർത്തമാനമാണല്ലോ പറഞ്ഞു വരുന്നത്. പിന്നെ ലോഡ് എന്തുവാ? ലോഡ് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റാ? അപ്പൊ ഇത്തിരി തടയുമല്ലോ. പിന്നെ തടയാതെ. എന്നാ പിന്നെ കഴിക്കാൻ എടുക്കട്ടെ. എന്തുകൊണ്ട്? കഴിക്കാന് ദോശ ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്. ആണോ? വേണ്ട, മറ്റേ ബണ്ണ് തരല്ലേടാ. ബണ്ണ് തരത്തില്ല. അതിനും ഭേദം എനിക്ക് ആ റബ്ബർ ഷീറ്റ് തിന്നുന്ന. പിന്നെ സ്ട്രോങ് ഒരു ചായ എടുക്കട്ടെ. എന്റെ പൊന്നെ, എനിക്ക് നിന്റെ സ്ട്രോങ് ചായ വേണ്ട, ലൈറ്റ് ചായ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോഡും കൊണ്ടുവന്ന് ഇവിടെ വണ്ടി ചവിട്ടി. നിന്റെ ഇന്നൊരു സ്ട്രോങ് ചായ കുടിച്ചിട്ട് ഞാൻ തിരുനെൽവേലി ലോഡും കൊണ്ടുപോകാൻ വന്ന ഞാനാ. ഇവിടുന്ന് വണ്ടി എടുത്ത് ഒരു ഒറ്റ കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും ലോഡ് ഇറക്കി. അന്നാണ് വഴി തെറ്റിപ്പോ ഇടയ്ക്ക് വെച്ച് ലോഡ് ഇറക്കാൻ. വണ്ടിയാലെ ലോഡിന്റെ കാര്യമല്ല പറഞ്ഞ. പിന്നെ നിന്റെ ചായയുടെ റീലോഡ് കൊണ്ടിറക്കി. അണ്ണാതെ ചുമ്മാതെ എന്റെ ഈ ചായ കുറ്റം പറയല്ലേ കേട്ടാ. എന്റെ ചായയുടെ രുചി ഇവിടത്തെ ഓരോ മയിൽക്കുറ്റിക്കും അറിയാം. അത് കറക്റ്റ് ചെയ്യാത്ത. ഒരു കവള് ചായ കുടിക്കും, ബാക്കിയെടുത്ത് മയിൽക്കുറ്റിയല്ലിട്ട്. എടാ, ആ മയിൽക്കുറ്റിക്ക് സംസാരിക്കാൻ ചേച്ചി ഉണ്ടായിരുന്ന മയിൽക്കുറ്റിയുടെ പേര് വെച്ച് നിന്നെ തെരുവിൽ ചേച്ചി പോയേനെ. മയിൽക്കുറ്റി കേട്ടോ. ഇതെന്തോ? ഓ, വീട്ടിൽ ഒരു സ്വതതയില്ല. വണ്ടിയെ കയറി എന്ത് പടി? ഇനി വണ്ടി എടുത്തു ഇങ്ങനെ ഇറങ്ങിയാ ഉടനെ അങ്ങ് വിളിക്കൂ. അത് മേടിച്ചോണ്ട് വരാൻ ഞാൻ തിരിച്ചു വരണ്ടേ? ഇത് അവിടെ കൊണ്ട് ഇറക്കണ്ടേ ലോഡ്? തിരിച്ചു വരുമ്പോ കൊണ്ടുവരാന്ന്. എന്തൊരു നാശം പിടിച്ച ഇടപാടാന്ന് പറയുന്നത്. ഓരോ സാധനം മേടിയില്ല, അത് മേടിയില്ല, ഇത് മേടിയില്ല. വീട്ടിൽ നിന്ന് വിളിച്ചു പറയാം. ഒരു തിരിച്ചു വരുമ്പോ TV മേടിച്ചോളിച്ചല്ലേ. എന്റെ പൊന്നെണ്ണ, ഇത്ര കാലമായിട്ട് നിങ്ങളുടെ വീട്ടിലൊരു TV ഇല്ലേ? TV ഉണ്ടായിരുന്നു. 42 ഇഞ്ച് വലിയൊരു TV വീട്ടിൽ ഇരുന്നല്ലേ. ഇളയ ചെറുക്കാൻ എന്തോ പറയാനാ ഇതുപോലെ കുരുത്തണ്ടേ ഇറക്കാൻ. അതാസമയം TV ഇട്ട് പണി അവിടെ കുത്ത് ഇവിടെ കുത്ത്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ കാണാടാ ഈ TV എടുത്ത് തലകുത്തനെ ഇങ്ങനെ വെച്ചിരിക്കും. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എടുത്ത് ഞാൻ മിറ്റത്തിട്ട് ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. അത് ചെയ്ത മോശം. ഇത് കഴിഞ്ഞപ്പോഴേ അബദ്ധം മനസ്സിലായ. എന്താ? TV അവൻ തലകുത്തനെയല്ല നേരെയാ വെച്ചിരുന്നേ. പക്ഷെ അന്ന് ഞായറാഴ്ചയാണ് യോഗാ ക്ലാസ് നടക്കും. അതിന്റെ ഭാഗമായിട്ട് അവര് തലകുത്തിരിക്കുക. ഒരിപ്പോ എന്റെ കാശും പോകും. ഓരോ വേലകൾ പൈസ എന്തോരം പോയണ്ണന്റെ. ഞാനിങ്ങനെ ഇട്ട് കറക്കും, പൈസക്ക് സാധനം മേടി. ഇതന്നെ കളി നടക്കുമല്ലേ. കിളി എന്ത് ചെയ്യുന്ന? അത് മുട്ടയിട്ട് വീട്ടിരിക്കുന്നു. എന്ത് കാര്യമല്ലേ ചോദിച്ചത്? അണ്ണന്റെ കൂടെ ഉള്ള കിളി എന്ത്? കിളി അവൻ സദാസമയം ലീവിടാ ചെറുക്കൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ ഒരു ഹമ്പേ കയറ്റിപ്പോ ബ്രേക്ക് ഔട്ടിയില്ലെന്ന് പറഞ്ഞു ഉടനെ ലീവ്. ഇടാ, ഞാൻ കറക്റ്റ് സമയത്ത് ഗിയർ മാറുന്നില്ലെന്ന് പറഞ്ഞു ഉടനെ ലീവ്. പക്ഷെ ആ കിളി ഇല്ലേലും ബോറടിക്കാതെ പോകുന്നു. അതങ്ങനെ ഞാൻ വണ്ടി കൊണ്ട് അവിടുന്ന് ചങ്ങുമത്തോട് തോന്നുന്നു കൊല്ലത്തൊരു ചായ കുടിക്കാനായിട്ട് നിർത്തി. ചായ കുടിക്കാൻ നിർത്തിയതും ഞാൻ ചായ കുടിച്ച് തിരിച്ചു വണ്ടിയൊക്കകത്ത് ഒരു പയ്യൻ കയറിയിരിക്കുന്നു. അയ്യോ, ഒരു ബാഗൊക്കെ ഇട്ട് ഒരു മിടുക്കം കൊച്ചു പയ്യനാ കേട്ടോ. അവനുള്ളത് കൊണ്ട് ഇങ്ങനെ അല്ലറിയാതെ പോകുന്നു. പക്ഷെ ഒരുപ്പൊക്കെ ഭയങ്കര നാശപ്പെടാ അവൻ. അതെന്താ? ഇടാ, ഞാൻ കൊല്ലത്തും ചായ കുടിച്ചിട്ട് അവനെ കൊണ്ട് ഞാൻ കയറി. എന്തോ ലിഫ്റ്റ് അല്ലേ എന്ന് ഓർത്ത് ഒറ്റയ്ക്കല്ലേ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി. ഞാൻ ഒരു കരുനാപ്പള്ളി ആയപ്പോ ഒരു ചായ കുടിക്കാനോടെ നിർത്തി. യവ എന്റെ കൂടെ ഇറങ്ങി കടയിൽ. എന്തൊരു നാശം ഇത്? എന്നോട് പോലും ചോദിക്കാതെ 6 പൊറോട്ട 1 ചിക്കൻ ഫ്രൈ അടിച്ചേക്കും അവൻ.
അവസാനം കാച്ചില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിരുന്ന കാശ് ഞാൻ കൊടുത്തത് പോട്ടെന്ന് വിചാരിച്ചു. അവിടുന്ന് വണ്ടി എടുത്ത് കായംകുളത്ത് ഒരു ചായ കുടിക്കാൻ നിർത്തി. അപ്പോഴും വന്നേക്കുവാ എന്ത് അവിടുന്ന് ഒരു ഫ്രൈഡ് റൈസും 2 ചിക്കൻ ഫ്രൈയും അടിച്ചേക്കുന്ന അതിന്റെ കാശ് ഞാൻ കൊടുത്ത് പോട്ട കാശില്ലാത്ത. അവിടുന്ന് നേരെ ആലപ്പുഴ വന്ന് ചായ കുടിക്കാൻ. അവിടെ വന്നപ്പോ അവിടെ ഇറങ്ങി വന്നേക്കാം. അവിടുന്ന് 6 പൊറോട്ട ഒരു ബീഫ് ഫ്രൈയും അടിച്ചേക്കുന്നത്. ഇവിടെ ഇവനെ കൊണ്ട് നാശം ഒന്ന് കാശ് കഴിക്കുന്ന പോവില്ലേ. അവിടുന്ന് ഞാൻ എന്തോ എന്നറിയാം ബുദ്ധി പ്രയോഗിച്ച് ഓരോ സ്ഥലത്ത് ഇറങ്ങി ചായ കൊടുത്ത് ഇവനെ ഒഴിവാക്കണ്ടേ. അങ്ങനെ പാലക്കാട് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരു ഹോട്ടലിൽ കയറ്റി നിനക്ക് ആവശ്യമുള്ള കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ കാണാതെ വണ്ടി എടുത്തോണ്ടെങ്കിൽ പോകും. ഇപ്പൊ പട്ടണം കഴിച്ചിട്ട് വാ വളർന്ന് അവിടെ ഇരിക്കുമായിരിക്കും. അവിടെ ഇരിക്കട്ടെ, അത് തന്നെ വേണം. അങ്ങനെ വേണം, വണ്ടി കയറ്റാൻ പറ്റത്തില്ലെന്ന്. അല്ല കൊച്ചി ഇറക്കാനല്ലേ എന്ന് ഓർത്താൽ അവിടെ ഇരിക്കട്ടെ. അവന്റെ തീറ്റയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നീ എന്തെങ്കിലും ദോശ ലൈറ്റായിട്ട് നമുക്ക് ഓംലെറ്റ് മതിയാണ്. റീലോഡ് ഇല്ലാത്ത സാധനം വല്ല ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള സാധനം. ആണ്ടവനാ മുരുക ഭഗവാനെ എവിടെ? ആണ്ടവനല്ലെന്ന് ആണ്ടവൻ എന്റെ ലോറിയെ കയറിയവൻ. ഇതിനാ എടാ നിന്നെ ഞാൻ പാലക്കാട് ഇറക്കി ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറക്കിട്ട് ഞാൻ വന്നാന്നോ? അതെ, എന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിട്ടേ അണ്ണൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നില്ലയോ. എന്നിട്ട് അപ്പുറത്ത് മാറ്റി ഇട്ടിട്ട് ആളറിയിക്കാതിരിക്കാൻ വേണ്ടി വേറെ ഉടുപ്പും ഇട്ട് തല തോർത്തുമുണ്ടും ചുറ്റിക്കെട്ടി ഞാനിരുന്ന കടയിൽ തന്നെ വന്ന് വീണ്ടും ചായ കുടിക്കാൻ കേറിയില്ലയോ. എന്നിട്ട് അണ്ണൻ വണ്ടി എടുത്തോണ്ട് പോന്നപ്പോ എനിക്ക് അണ്ണനാന്ന് മനസ്സിലായി. കൂടെ വണ്ടിയുടെ പുറത്ത് ഞാനും കയറിഞ്ഞു പോകുന്നു. എന്നാലും എനിക്കൊരു സംശയം. ഞാൻ ഇങ്ങനെ വട്ടം തോർത്ത് കെട്ടിയിരുന്നടാ. അപ്പൊ ഈ വട്ടം തോർത്ത് കെട്ടിയിരുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ മനസ്സിലായി? അല്ലല്ല, വേറെ സംഭവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അണ്ണൻ എങ്ങനെയാണ് ചായ കുടിക്കുന്നത്? ഞാൻ ആ ഗ്ലാസ് ചായ എടുത്തിട്ട് ഇങ്ങനെ ഈ മാനസം കണ്ടപ്പോ മനസ്സിലായി. ഒരു പോക്കിന് ആവശ്യമില്ലാത്ത ഓരോ മാനസോ ഇവിടെ എന്റെ വണ്ടിയുടെ എങ്ങനെയും കേറിയ ഞാൻ പോകത്തില്ല. ഇടങ്ങി നാശം പിടിച്ചവൻ എന്തിനാ വലിഞ്ഞ് കയറുന്നതെന്ന് അറിഞ്ഞില്ലേ? അണ്ണ ഇതേതാണ് സ്ഥലം? ഇത് മോനെ വാളയാർ. ഇതാണ് വാളയാർ, കേരളത്തിന്റെ അഗ്രം. ആണോ? ഇവിടെ ഒരു പ്രത്യേകതരം കൾച്ചറാണ്. അതാണോ അഗ്രികൾച്ചർ? കണ്ടോ മേടിച്ച് കിട്ടിയാ നിനക്ക്? മോനെ അതല്ല, പിന്നെ ഇതാണ് കേരളത്തിന്റെ അറ്റം. ഇവിടെ കൊണ്ട് കേരളം തീരുവാ. കേരളമൊക്കെ നേരത്തെ തീർന്നു. നീ പേരിന് ഒരു ജാകാല. എടാടാ മര്യാദക്ക് ചുറ്റിക്കണ്ടാ പോടാ. ദൈവമേ, യവന്റെ വയറ്റിൽ മാലിന്യ സംസ്കരണം മിഷ്യാനാണ്ട് വെച്ചേക്കോ അവന്റെ വയറ്റ്. ഇതിനു വേണ്ടി നിനക്ക് പാലക്കാട് ഇറങ്ങി നീ കയറ്റിയില്ലടാ. നീ അണ്ണ പാലക്കാട് നിന്ന് 3/4 മണിക്കൂർ എടുത്ത് വാളയാറ് വരാൻ അത്രയും നേരം 4 പൊറോട്ടയും 2 ബീഫ് കറിയും കഴിച്ച് വിശപ്പടക്ക് ഞാൻ ഇരുന്നില്ല. അപ്പൊ അതിനെ 1 മണിക്കൂർ മുമ്പ് നിന്നെ തൃശ്ശൂർ ഇറക്കിയപ്പോ നീ കയറ്റിയില്ലടാ. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറഞ്ഞു കേട്ടോ. 1 മണിക്കൂർ മുമ്പ് തൃശ്ശൂർ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നത്. അതിന് 1/2 മണിക്കൂർ മുമ്പല്ലേ അങ്കമാലിയിൽ നിന്ന് എനിക്ക് 10 പൊറോട്ട വാങ്ങിച്ചു തന്നെ. എന്നിട്ടും 1/2 മണിക്കൂർ സഹിച്ചിരുന്നില്ല. ഇതിനും വേണ്ടിയൊക്കെ തിന്നാൻ എന്തുവാണ് നീ? ഇവൻ യുവ കർഷകനെ ഇവൻ കൊക്കപ്പുഴു വളർത്തുന്നുണ്ട്. കൊടുക്കരുത് കേട്ടോ ഒരു പടി. എന്റെ അണ്ണ ഇത്തിരി മനസാക്ഷി കാണിക്കണം. ഒരു പയ്യനല്ലേ, അവന് ഇത്തിരി വിശപ്പിന്റെ അല്ലേ, ഞാൻ ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ വേണം. ഇങ്ങനെ അങ്ങ് തീറ്റി ഇങ്ങനെ. മോനെ മോൻ എന്താ വേണ്ടത്? തരണ്ട തരൂ. ഇപ്പൊ കൊച്ചിന് എന്താ വേണ്ടത് പറ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിന് നമ്മള് മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോ ഇത്തിരി ഭക്ഷണം കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തെന്നും പറഞ്ഞ് നമുക്ക് പുണ്യം കിട്ടും. പുണ്യം ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. പെപ്പർ ചിക്കൻ ഉണ്ടോ? കിട്ടിയോ? പറ്റ എഴുതാൻ എനിക്ക് പേപ്പർ പോലും ഇല്ല. അപ്പോഴാണ് നിനക്ക് പെപ്പർ ചിക്കൻ തരാൻ പോണത്. ഇത് കഴി. അതിനും നല്ലത് അതാ റബ്ബർ ഷീറ്റ് എപ്പോഴും വലിച്ചു കയറി തിന്നടാ. അതാ ഞാൻ തിന്നാത്ത കേട്ടാ. എന്റെ ആ മാസത്തിൽ നല്ല കരിങ്കിലും എന്തായാലും ചോദിക്കണോ? അതാ നിനക്ക് അതിന്റെ പ്രായം. പക്ഷേ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. മോൻ വീട്ടിൽ പോ. ഇല്ല, പോകത്തില്ല. മോൻ ഇവിടെ നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. എന്താ മോന്റെ പ്രശ്നം? എന്താ വന്നേ? ഞാൻ സങ്കടം കയറി വന്നാണ്. തോന്നിയാതപ്പോ അടിക്കാൻ കറ ഞാൻ പൊടിക്കുന്നവനെ. നീ എന്റെ വണ്ടിയെ കയറിയില്ലടാ വന്നു. പിന്നെ നീ ഇപ്പൊ പറഞ്ഞ് ചങ്ങാടം കയറിയാ വന്നേന്ന്. പിന്നെ ഞാൻ സങ്കടം കയറി വന്നത് വീട്ടിൽ. ചങ്കടം തിന്നത്ത് കിട്ടാത്ത ചങ്കടം വന്നു. എന്റെ കാര്യങ്ങൾ അറിഞ്ഞാല് നിങ്ങൾ എന്നെ ഇങ്ങനൊന്നും പറയത്തില്ല. എനിക്കറിയാം. എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ഛൻ കൈയും കാലും ഒടിഞ്ഞ് കിടക്കുവാ വീട്ടിൽ. കൈ 4ആയിട്ടും കാര്യം 42 ഒടിഞ്ഞേക്കുന്നു. അണ്ണ എന്തുണ്ടോ ഇത്ര മനസാക്ഷി കാണിക്കണ? എടാ അവനല്ലേടാ ചിന്തിക്കണം. അവന്റെ തന്ത കൈയും കാലും ഒടിഞ്ഞ് കിടക്കുന്നു. അപ്പൊ അയാളെ നോക്കി വീട്ടിൽ ഇരിക്കാത്തതിന് അവൻ ഈ നാട് ചുറ്റാൻ ഇറങ്ങേണ്ട കാര്യം എന്തോ? അവന് വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ കോയമ്പത്തൂര് ഈ സെക്കൻഡ് ഹാൻഡ് സാധനമൊക്കെ വിൽക്കുന്ന കടയുണ്ട്, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അതിനിറങ്ങിയ ഞാൻ. അവിടെ അതിന് നിന്റെ അച്ഛന്റെ കൈയും കാലിന്റെ സെക്കൻഡ് ഹാൻഡ് ഒന്നും കിട്ടത്തില്ല അവിടെ. അയ്യോ, സെക്കൻഡ് ഹാൻഡ് കൈയും കാലും വാങ്ങിക്കാൻ പാടില്ല. പിന്നെ ആ കടയിൽ പോയി ജോലി ചെയ്യാൻ. അപ്പൊ അച്ഛന് വയ്യാത്തോണ്ട് ഞാൻ ജോലി ചെയ്യണമല്ലോ. ജോലി ചെയ്യാൻ ഇറങ്ങിയതാണ്. അതിനെ മാനിക്ക്. വേറൊരു കാര്യമുണ്ട്, ഈ ജോലിക്ക് വെറുതെ കൊണ്ട് കയ്യും പൂശി ഇറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടത്തൊന്നുമില്ല. പിന്നെ സർട്ടിഫിക്കറ്റുകൾ വേണം. എവിടെ വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്താലേ എടുക്കുള്ളൂ. എന്നാ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഭഗവാനെ ഭാഗ്യ. ഞാൻ വിചാരിച്ച് വെച്ചപ്പോ ഇവൻ അതുകൂടെ എടുത്തൊക്കെ തിന്നു കാണും. വിചാരിച്ച ഞാൻ ചുമ്മാ ഇറങ്ങി വരും. ബുദ്ധിമാനാ കേട്ടോ. അവനെ ജീവിതം പൊലിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് 25 സർട്ടിഫിക്കറ്റ് ഉണ്ട്. 25 സർട്ടിഫിക്കറ്റ്. അണ്ണാ 25 സർട്ടിഫിക്കറ്റ്. 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 25 സർട്ടിഫിക്കറ്റ്.
മെഡിക്കൽ കോളേജിലെ ബ്ലഡ് കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് കൊണ്ട് കൊടുത്തിരിക്കും ജോലി വാങ്ങിച്ചു തരാവണ. ഈ ബ്ലഡ് കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റോ? കിട്ടുന്നില്ലേ? ഈ ബ്ലഡ് കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്തെ ജോലി കിട്ടത്തുള്ളൂ. അതെവിടാ? ഡ്രാക്കുളയുടെ കോട്ടയിൽ. അവിടെ ഫ്രൂട്ട് കിട്ടും. ആ ഫ്രൂട്ട് കിട്ടും. പിന്നെ ചോര കൊടുത്താൽ ഉടനെ പുള്ളി ഫ്രൂട്ട് തരും. പുള്ളിയുടെ പല്ല് ഇവിടെ ഇറങ്ങും. എന്നിട്ട് അതിനകത്തോടെ നിനക്ക് ഫ്രൂട്ട് ഒഴിച്ച് തരും. കേട്ടടാ? ഒച്ച ഇങ്ങനെ കറങ്ങിയാണെന്ന് കാര്യമില്ല. നീ വീട്ടിൽ പോ. ഇല്ല, നീ വീട്ടിൽ പോ. ഇവിടെ നടന്നുകൊണ്ട് കാര്യമില്ല. നീ വീട്ടിൽ പോയാലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അണ്ണാ നിങ്ങൾക്ക് അറിയത്തില്ല എന്റെ അവസ്ഥ. എന്റെ അച്ഛൻ കിടപ്പിലായതോട് എന്തൊരു കഷ്ടപ്പെട്ട അവസ്ഥയിലാന്ന് അറിയാൻ. അണ്ണാ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം കണ്ടു. ആ ആൽമരം കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും. അതുപോലെ തണലായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക്. അച്ഛനാണ് ഇപ്പൊ വയ്യാതായത്. ആ നിൽക്കണ മരം കണ്ട, വലിയ മരം കണ്ട, ആ നിൽക്കണ അത് കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരുമല്ലോ. അവിടെ മരമൊന്നും ഇല്ലല്ലോ. അതിന് എനിക്ക് അച്ഛനില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിന്നോണ്ട് കാര്യമില്ല. വീട്ടിൽ പോ. പോത്തില്ലേ? എന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടോ? എനിക്ക് ഇതിനിടയ്ക്ക് ഞാനൊരു പ്രേമത്തിൽ ചെന്ന് പെട്ടിയ. അത് പറ അങ്ങനെ ഇവനെ ഒളിച്ചോടി അങ്ങാണ്ടാവൻ. അന്ന സമാധാനിക്ക്. പതുക്കെ പതുക്കെ വരും. സത്യം നമുക്ക് അറിയാൻ പറ്റും. അവൻ പറയട്ടെ, അവന് ഉള്ളു തുറക്കട്ടെ. 4-5 വർഷമായിട്ട് ഞങ്ങൾ നല്ല പ്രേമമായിരുന്നേ. ഞാൻ അവക്ക് എല്ലാം കൊടുത്തു. എന്റെ പൈസ കൊടുത്തു, എന്റെ സമയം കൊടുത്തു. എത്ര രൂപയുടെ പെട്രോൾ ഞാൻ അടിച്ചു തീർത്തിട്ടുണ്ടെന്ന് അറിയാം എന്റെ ബൈക്കിൽ കറങ്ങാനായിട്ട്. അവസാനം അവൾ എന്നെ തേച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി. ആണോ? അവിടെ പേരെന്തുവാ? അവള് നീറ്റ. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് അവള് നീറ്റാന്നാണോ നീ പറയുന്നത്? അവൾ അഴുക്ക, അവള് കൊള്ളത്തില്ല. അവള് നീറ്റാന്നല്ല, അനീറ്റ. നീ എണ്ണീറ്റ എന്റെ മുട്ടിൽ ഇറച്ചാ അടിച്ചു പിടിക്കും. എണ്ണീറ്റാണെന്നു. അവിടെ പേരാണ് അനീറ്റ. ഇത്തരം പേരെന്താ? അവനെ എന്താ പറ്റിയത്? സത്യം പറ. ഇവിടെ നമ്മള് 2 പേരേ ഉള്ളൂ. നമ്മൾ 3 പേരില്ലേ? വേറൊരാളോടും പറയരുത്. ഞാൻ സത്യത്തിൽ ഇറങ്ങിപ്പോരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് പറ. അടിപ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്തോ അടി ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞു? അതൊരു കഥയാ ചേട്ടാ. ഞാനേ എന്നും രാവിലെ വെളുക്കാനായിട്ട് മുഖത്ത് ക്രീം തേക്കുവേ. അതിപ്പോ നീ തേച്ചില്ലേലും നേരം വെളുക്കത്തില്ലയോ? വെളുപ്പിന് ഒരു 5-5 ആകുമ്പോ നേരം അങ്ങ് വെളുക്കും. നേരം വെളുക്കാൻ വേണ്ടി ക്രീം തേക്കുന്നില്ല, പിന്നെ എന്റെ മുഖം വെളുക്കാൻ വേണ്ടി ക്രീം തേക്കും. അങ്ങനെ തേച്ച് വെളുപ്പിച്ചതാ ഈ സൈഡ്. ഇത്ര അങ്ങനെ പകുതി എന്തുവാടാ ഇത്? അത് കമ്പനിക്കാർ പറഞ്ഞ. എന്തോന്ന്? കമ്പനിക്കാർ പറഞ്ഞ് 7 ദിവസം കൊണ്ട് പകുതി ക്രീം തേക്കണം. പിന്നെ ഒരു 7 ദിവസം ഗ്യാപ്പ് വരുമ്പോ ബാക്കി പകുതി ക്രീം തേക്കണം. അന്നേരം നല്ലപോലെ വെളുക്കുന്നു. എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ എന്റെ പൊന്നു കൊച്ച, ഇത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന അല്ല. ഈ പകുതി ക്രീം നിന്റെ മുഖത്ത് മുഴുവൻ 7 ദിവസം തേക്കണം. ഇതിനകത്തുനിന്ന് പകുതി ക്രീം എടുത്ത് തേക്കണം. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയാൽ ബാക്കി പകുതി തേച്ച് വെളുപ്പിക്കണം. അല്ലാതെ പകുതി തേച്ച് വെളുപ്പിക്കാനല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാനതല്ലടാ യവനെ കണ്ടപ്പോ ഞാൻ ഇവനെ എന്റെ റോഡ് ഷോയുടെ അർദ്ധനാരീശ്വരം കഴിഞ്ഞ് വരുവാന്നോർത്ത് ഞാൻ ഇരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോരം ആട്ടെ, ഞാൻ 7 ദിവസം ഇത് തേച്ചു. എന്റെ പകുതി മുഖം വെളുത്തു. 7 ദിവസം ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഞാൻ ഇരുന്നു. മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ ഈ ഡപ്പ തുറന്ന് നോക്കിയപ്പം ഇതിനകത്ത് ക്രീം ഇല്ല. ഞാൻ നോക്കിയപ്പോഴേ ഇതിനകത്ത് ഇരുന്ന ക്രീം മൊത്തം ഞങ്ങളുടെ മുറ്റത്ത് കൊടഞ്ഞു കളഞ്ഞേക്കുന്നു. അങ്ങനെ എന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ച ക്രീം കളഞ്ഞവനെ ഞാൻ തല്ലി. അതെ ഓടിച്ചു. അല്ല, അതിന് ഞാൻ നിന്റെ കൂടെ. അവനെ ഞാൻ ചോദിക്കട്ടെ, അവനെ റോഡിൽ ഇറക്കി തരാമെങ്കിൽ ലോറി കയറ്റി ഞാൻ കൊന്നു വെച്ചു. കഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം അത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ തല്ലുന്നോണ്ട് ഒരു തെറ്റില്ല. അത് ഞാൻ നിന്റെ ഭാഗത്താ ന്യായം. ഇവൻ ആരാന്നെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാം. ആരാവൻ? പുളിമുട്ടിൽ പ്രഭാകരൻ. അത് ഏതാവൻ? എന്റെ അച്ഛൻ. വെളുക്കാനുള്ള ക്രീം മേടിച്ചു കൊടുക്കാത്തതിന് സ്വന്തം തന്തയുടെ കൈയും കാര്യം തല്ലി കൊടുത്തിട്ട് ആദ്യം പറഞ്ഞില്ലേ അച്ഛൻ ആക്സിഡന്റ് അല്ല, പിന്നെ ഞാൻ ഓടിച്ചതാണെന്ന്. പിന്നെ തല്ലി ഓടിക്കാൻ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ക്രീം അയാൾ കളയാൻ പോയതില്ല. ഞാൻ തല്ലി ഓടിക്കും. സ്വന്തം തന്തൻ തല്ലിയവനൊക്കെ എന്റെ കണ്ണു മുന്നിൽ ദൈവമേ ആ ചെറുക്കനെ കൊന്ന് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണേ? നിങ്ങൾ വേണ്ട ജയിലിൽ പോകുന്നത്. പാട്ടിന് പോട്ടെ. അവനെ ജനിപ്പിച്ച അവന്റെ അച്ഛനെ ക്രീം മേടിച്ചു കൊടുത്തിട്ട് കൈയും കാര്യം തല്ലി ഓടിച്ചു. എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ കൈ അവന് പുറത്തു വിടാം. അവൻ ചത്തുപോകത്തില്ലേ? അവിടെ കൂട്ടിയല്ല അവിടെ ഇട്ട് കഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇവന് എപ്പോ എതിർത്ത് ഭാഗ്യ വെച്ച് നടന്നില്ല. എന്ത് എവിടുന്ന ഒരു 5 കിലോടെ തട്ടിയെടുത്ത് അടിച്ചു ഇരുവന്റെ കട്ടിയുണ്ട്. മൊബൈൽ ഷൂട്ട് ചെയ്യട്ടെ. അതിനെന്താ അവര് മൊബൈൽ ഷൂട്ട് ചെയ്യട്ടെ. കണ്ടിട്ടില്ല.
ഉള്ള സ്ക്രീൻ സ്പേസ് കളയാതെ ഇരിക്കാം പ്രേമി കയറിയില്ല അല്ല പൈസ കിട്ടത്തില്ല നീ ഇങ്ങോട്ട് കയറിയില്ല നീ അടിക്കോടാ ആ ഞാൻ വിളിക്കും. അടിക്കോ നീ എന്റെ ക്രീം എടുത്തെന്തിനാ? ഇതാടാ കട്ടാടാ എന്റെ ക്രീം എടുത്തെന്തിനാ? കട്ടാടാ രണ്ടാമത്തെ തൂക്കം ക്ലിയറായി. തൂക്കം ക്ലിയറായി. ഇനി എന്റെ ചങ്കരി കൊണ്ടാലും തന്തയും തള്ളയും തല്ലുന്നവനെ ഞാൻ വെറുതെ പെടത്തില്ല. പോലീസിനെ വിളിക്കണ്ട, ആരെ വിളിക്കണ്ട. ഇവര് ഞാൻ നിന്റെ പ്രായത്തിലുള്ള ഒരു എന്റെ വീട്ടിലുണ്ട്. അവനാ ഇത് കാണിച്ചെങ്കിൽ വലിച്ചു കീറിയനെ ഞാൻ കേട്ടോ. ഇടിച്ചാ ഓടാതെ പിടിച്ചാ ഞാൻ പിടിച്ചോളാം. നിന്റെ വെള്ളത്തിലാ അതിന്റെ ഇടാ കൂടെ എന്തുവാണ് ഈ കാര്യം? ചേട്ടാ നിങ്ങൾ ഇത് എവിടെയാണ്? എടി നിനക്ക് ഇതേ വണ്ടി എടുത്തോണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തോനായി വിളിക്കുന്നേ? ഞാൻ എത്ര നേരം വിളിക്കണം, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? എടി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരത്തില്ല തിരിച്ച്. ആ വീട്ടിലേക്ക് വരുമ്പോഴേ അച്ചുമോന് മുഖത്ത് തേക്കാൻ ആ വെളുക്കണ ക്രീം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആ അവന്റെ ഒരു ക്രീമിന്റെ കേസ് വേറെ ഇവിടെ നടന്നോണ്ടിരിക്കുക. അവരെന്തോ ഈ പ്രായത്തിൽ ക്രീം ഉള്ള വെളുപ്പകമായി അവന്റെ കൈയും കാര്യം ഞാൻ തല്ലി അവനോട് പറ. നിങ്ങൾ ആ വെളുക്കണ ക്രീം ഇങ്ങോട്ട് മേടിച്ചിട്ടോന്നില്ലെങ്കിലല്ല ആ ചെറുക്കൻ നിങ്ങളുടെ തലയിൽ പൊളിക്കൊന്നും പറഞ്ഞ് മുട്ടൻ പടിയും കൊണ്ട് ഇവിടെ നടപ്പാതിരൊക്കെ ഇവിടെ വാദിക്കാൻ നോക്കിയിരിക്കണേ. എങ്ങനെ ആദ്യം അവനോട് വടി മാറ്റാൻ പറ. വടി മാറ്റിയിട്ട് ഈ ലോഡ് ഇറക്കി ഒരു ലോഡ് തിരിച്ച് വെളുക്കാനുള്ള അവനോട് പറയട്ടോ. പറയാം. ആ ശരി. എന്തോ നാച്ചവാന്ന് പറ ഒരു മുഖം വെളുക്കാനുള്ള ക്രീം കാറാൻ തല്ലേ തല്ലുകൂടി ആകാൻ പോലും ഞങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ട് ഉണ്ടോ. പക്ഷെ വേറെ കേസുണ്ടാ എന്താ ഇതിനൊന്നും ഇവനെയോ ഇവന്മാരെ പോലുള്ളവന്മാരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ആരെ പറയണം? നിന്നെയൊക്കെ ജനിപ്പിച്ചിട്ട് ഭക്ഷണവും തന്ന് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇത്ര ആക്കിയില്ലേ? അങ്ങനെയുള്ള തള്ളന്മാരെ പറഞ്ഞാൽ മതി, എന്നെ ഉൾപ്പെടെ.